കുട്ടികളെ വെച്ചിട്ട് ഏത് യൂട്യൂബേഴ്സും കുട്ടികളെ തോള് തൂക്കിയിട്ടൊന്നല്ല വീഡിയോസ് എടുക്കാനും പ്രൊമോഷൻ വർക്ക് എടുക്കാനും പോണത്. ഷാജിദ ഷാജിയെ അറിയില്ലേ? ജീവിതം വലിയ പ്രയാസം ഈ പെൺകുട്ടിക്ക് നൽകിയെങ്കിലും ഇപ്പോൾ ഷാജിദക്ക് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റുള്ളവർ വ്യക്തിപരമായും സഹായങ്ങൾ നൽകുന്നതുകൊണ്ട് സാജിദ ചെറിയ രീതിയിലൊന്ന് പച്ച പിടിച്ചു വരികയാണ്. ചില പ്രമോഷൻ വർക്കുകളുമായൊക്കെ സാജിദ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പലരുടെയും പ്രശ്നം സാജിദ പ്രമോഷൻ വർക്കിനായി വയനാട്ടിലേക്ക് പോയത് ഒറ്റക്കായത് കൊണ്ടാണ്. പക്ഷേ സാജിദ പറയുന്നത് എൻ്റെ കൂടെ ധാരാളം പേർ ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഒരു വീഡിയോയിലും സാജിദ തൻ്റെ കൂടെയുള്ളവരെ കാണിച്ചില്ല എന്നതാണ് മറ്റുള്ളവർക്കും പല സംശയങ്ങളുണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ ആ ചെറിയ മകനെങ്കിലും നിനക്ക് കൂടെ കൊണ്ടുപോയി കൂടെ എന്നാണ് സാജിദയുടെ തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം. പലരും സാജിദക്ക് മോശമായ തരത്തിലുള്ള കമൻറ്റുകൾ പതിവായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് സാജിദയെ ഉപദേശിക്കുന്നു. എങ്കിലും പലരുടെയും കമൻറ്റുകൾ കണ്ടാൽ അവർ പറയുന്നതിലും ചില ന്യായങ്ങളുണ്ട് എന്ന് തോന്നിപ്പോകും. സാജിദക്ക് തൻ്റെ ചെറിയ മകനെങ്കിലും കൂടെ കൊണ്ടുപോയിക്കൂടെ എന്നുള്ള വാക്കുകൾ, അതിന് സാജിദ പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സും ഇതുപോലെ പ്രമോഷൻ വർക്കിനെല്ലാം പോകുമ്പോൾ മക്കളെയും തൂക്കിപ്പിടിച്ചാണോ പോകുന്നത്? പലരും ഷാജിദയുടെ ഡ്രസ്സ് ശരിയല്ല, മുടി അവിടെ കാണുന്നു ഇവിടെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റു പല യൂട്യൂബേഴ്സും ധരിക്കുന്ന വേഷങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് സാജിദ ചോദിക്കുന്നത്. പക്ഷേ അവരെ പോലെയല്ല സാജിദ എന്നുള്ളതാണ് സാജിദ മറന്നു പോകുന്നു എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായം. പണം കണ്ടപ്പോൾ സാജിദക്ക് അഹങ്കാരം വന്നു എന്നും ചിലർ പറയുന്നുണ്ട്. സാജിദ പാവമാണ്, 5 മക്കളുമായി വളരെ കഷ്ടതയിലാണ് എന്നൊക്കെയുള്ള ജനങ്ങളുടെ തിരിച്ചറിവാണ് സാജിദാനെ ഈ നിലയിലെത്തിച്ചത്. അവർ തന്നെ അവർക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ സാജിദ ഇത്തരത്തിൽ പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് യാതൊരു കമൻറ്റുകളോ വീഡിയോകളോ സാജിദ ചെയ്യേണ്ടതില്ല എന്നാണ് മറ്റൊരഭിപ്രായത്തെ. കാരണം ചില വാക്കുകളിൽ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലായാൽ പിന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് സാജിദക്കുണ്ടായാലും വീഡിയോക്ക് ഒരു റീച്ചും തന്നെ വരാത്ത അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നല്ലതായി ജീവിക്കൂ, എന്നും നിനക്ക് നല്ലത് വരട്ടെ. തനിച്ച് സ്ത്രീകൾ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നതാണ് നമ്മുടെ വിധി. അതിന് മഹാന്മാർ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു: അകലേക്ക് തനിച്ചു നീ പോകരുത്, അത് അപായത്തിൽ പെടുത്തിയിടും തെണ്ടിപ്പെണ്ണെ. ഇനി ഷാരിക്കിനൊക്കെ കൊണ്ടുപോകണല്ലേ? മറ്റൊരു വർക്കിന് വേണ്ടിട്ട് പോയത് അല്ലേ? ഇനി ഷാരിക്കൂനെ ഷിബുട്ടിനെ എല്ലാവരും കൊണ്ടുപോകും. നമ്മള് വയനാട്ടില് നമുക്ക് പോണ്ടേ? ഞങ്ങള് വയനാട്ടിൽ പോകുമ്പോ കൊറേ പേര് പറഞ്ഞു കുട്ടികളെ കൊണ്ട് പോയിക്കൂടെയാണ്. കുട്ടികളെ വെച്ചിട്ട് ഏത് യൂട്യൂബേഴ്സും കുട്ടികളെ തോള് തൂക്കിയിട്ടൊന്നല്ല വീഡിയോസ് എടുക്കാനും പ്രൊമോഷൻ വർക്ക് എടുക്കാനും പോണത്. എനിക്ക് മാത്രം കുട്ടികളെ കൊണ്ടുപോകാൻ എവിടുത്തെ നിയമം എന്നറിയില്ല. പിന്നെ എന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്റെ കൂടെ ഉള്ള ആൾക്കാരനൊക്കെ കാണിക്കണമെന്നൊന്നുമില്ല. ക്യാമറാമാൻമാരിന് ബാക്കിയുള്ളവരെ കാര്യങ്ങളൊക്കെ കാണിക്കുമോ എനിക്കറിയില്ല, ഏത് വീഡിയോസിൽ അങ്ങനെ കാണിക്കുന്നതെന്ന്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതിനൊന്നും എനിക്ക് തിരിച്ചു മറുപടി ഇല്ല. അഹങ്കാരം കൂടി പൈസ വന്നപ്പോൾ അതാണ് കുറേ പേര് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം. നിങ്ങൾ കമന്റ്സുകൾ എടുത്ത് നോക്കി. അഹങ്കാരം കൂടി പൈസ വന്ന്, എന്ത് പൈസ വന്ന്? എനിക്ക് എന്ത് പൈസ വന്ന്? ഇതിനെക്കാട്ടി പൈസ ഉള്ള ആൾക്കാർ, ഇതിനെക്കാട്ടി ഡ്രസ്സുകൾ ഓരോരുത്തരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവാൻ പറ്റും അവർ ധരിക്കുന്ന ഡ്രസ്സിങ് കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ സിൽത്താത്താനെ പോലെ ഡ്രസ്സ് ഇട്ട് പറഞ്ഞില്ലേ? സിൽത്താത്ത പാന്റ് ഷർട്ട് ഇട്ട് നടക്കണോ? പഠിക്കാൻ പോകണോ? ഞാൻ അങ്ങനെ പാന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് എന്ത് കഷ്ടമാണ് മനുഷ്യന്മാരങ്ങള്. എനിക്ക് ഒരു അഹങ്കാരം ഇല്ല. എനിക്ക് എന്താ പറയാ, ഇത് പറയാൻ വേണ്ടി വന്നതാണ്, വേറെ ഒന്നുമില്ല. ബാക്കി നാളെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.